ഹലോ! എല്ലാവർക്കും നമ്മുടെ 2025 ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പം നമ്മൾ ലുലു മാൾ തുടങ്ങിയപ്പോൾ ജസ്റ്റ് അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ മാത്രം ഒരു കുഞ്ഞു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ താഴെ നമുക്ക് വന്ന അധികവും കമന്റ്സ് ആണ് ഒരു ഷോപ്പിംഗ് വ്ലോഗ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മുടെ ലുലു മാളിൽ നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാരും ശ്രദ്ധിക്കാത്ത കുറച്ച് നല്ല കാഴ്ചകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ വെളിയിൽ ക്രിസ്മസ് ട്രീയും സ്റ്റാറും പിന്നെ നല്ലൊരു ആൾക്കൂട്ടവും കണ്ടു. അപ്പോൾ എന്താന്ന് നോക്കിയപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ നടക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഡ്രാമ പ്ലേ. അപ്പോൾ കുറച്ച് നേരം ആ ഒരു ക്രിസ്മസ് തീമിലുള്ള ആ ഒരു പ്ലേ ഒക്കെ കണ്ട് ആസ്വദിച്ച് നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി. ചേട്ടനൊരു സ്യൂട്ട് നോക്കണായിരുന്നു. പിന്നെ മാമാ എർത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഷോപ്സ് ഓപ്പണിംഗ് സൂൺ കാണാം നമുക്ക്. പിന്നെ നല്ലൊരു ഡയമണ്ട് ഷോപ്പ് കണ്ടു. പിന്നെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഈറ്ററി ആയിട്ട് നമ്മുടെ മെക്ഡി ഉണ്ട്. പിന്നെ അതേപോലെ KFC ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ നമുക്കൊരു 500 പര ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ഫുഡ് കോർട്ട് ഏരിയയും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പക്ഷേ ഹൈപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എല്ലായിടത്തെയും പോലെ ലുലു ഒരു ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഒരു യുണീക്ക് സ്റ്റൈലാണ്. കയറുമ്പോൾ വലതുവശത്തായിട്ട് ബ്യൂട്ടി ആൻഡ് ബോഡി പ്രോഡക്ട്സ്. ഈ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ നമ്മൾക്കിത് എവിടത്തെ ഔട്ട്ലെറ്റിൽ വന്നാലും നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള പരിചയമുള്ള ഒരു സ്ഥലത്ത് വന്ന ഒരു ഫീൽ ഉണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ ബോഡി ബട്ടേഴ്സും ബേത്തിങ് ബാർസും അതേപോലെ തന്നെ സോപ്പ് സൊല്യൂഷനും പല ടൈപ്പ് ആയിട്ടുള്ള ഹാൻഡ് വാഷസും ഒക്കെ ഇവിടെ കാണാമായിരുന്നു. ഞാൻ ഈ ഒരു അഷ്ടപതി എന്ന് പറഞ്ഞ ഈ ഒരു 99 രൂപയ്ക്ക് 2 എണ്ണം കിട്ടും കേട്ടോ. അത് നല്ല വൈൽഡ് ബെറീൻ്റെ ഒക്കെ ഫ്ലേവർ ആണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ പെർഫ്യൂം സെക്ഷനിലൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ മോന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഷോപ്പിംഗ് തീരെ പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം മോന് ഒരു പാക്കറ്റ് ഡൈപ്പർ എടുത്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വെക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇവിടെ ഇപ്പം അതിനുശേഷം വന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഈ ഒരു ഡൈപ്പർ എന്തായാലും എടുക്കണമെന്നുണ്ടായിരുന്നു. മോൻ ഇതുപോലത്തെ ഷോപ്പിംഗ് മാർട്സിലൊക്കെ വന്നാൽ ഈ ഒരു ട്രോളിയിൽ ഇരിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് പറ്റിയിട്ട് നല്ല ക്യൂട്ട് പെപ്പി ആയിട്ടുള്ള സ്റ്റേഷനറി പിക്സും ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ രസമുള്ള എന്നാൽ നല്ല ലാഭത്തിനാണ് കേട്ടോ. ഈ കാണുന്നതിൻ്റെയും പകുതി വിലയൊക്കെ ഉള്ളൂ പലതിനും. നല്ല രസമുള്ള കുറേ ഇതുണ്ട്. അതേപോലെ ആർട്ട് റിലേറ്റഡ് വീഡിയോസും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള കുറേ ഇതുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിയില്ല. പിന്നെ ഞാൻ ഈ ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചു. ഇതിന് 800 രൂപയായിരുന്നു. പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 699 രൂപയ്ക്കാണ് വാങ്ങിയത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ കുറേ ഡിഷ് വാഷിംഗ് പ്രോഡക്ട്സും ഒക്കെ കണ്ടു. പിന്നെ കിച്ചൺ ടവല്, കിച്ചൺ ഏപ്രൺ, അതേപോലെ ടേബിൾ മാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാഭത്തിന്. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഈ ഒരു സ്പോഞ്ചാണ്. എനിക്കിത് ആവശ്യമുണ്ടായിരുന്നു. ഒരു പിങ്ക് കളർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാനത് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ നോൺ സ്റ്റിക്ക് ഒക്കെ വീട്ടിൽ നിന്ന് അവോയ്ഡ് ചെയ്തു. അപ്പം നമ്മൾ കുറച്ചായിട്ട് ഇതുപോലത്തെ മൺപാത്രങ്ങളും അതേപോലെ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി പാത്രങ്ങൾ പല ഷേപ്പിൽ ഡിസൈനിലൊക്കെ ഉണ്ട്. മൺകൂജകളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല വിലയ്ക്കാണ്. മീൻസ് ഒരുപാട് പ്രൈസി അല്ല. പിന്നെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു കുക്കറാണ് നമ്മുടെ ഈ ഒരു ഹോക്കിൻസിൻ്റെ ഒരു മസ്റ്റർഡ് യെല്ലോ കളർ കോൺട്യൂറ കുക്കർ. അത് ഇവിടെ ഒരു 200 രൂപ കുറവാണ്. പിന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുക്ക് വെയർ ഓപ്ഷൻസ് ഒക്കെ ഞാനിവിടെ കണ്ടു. അപ്പം നമുക്കിപ്പോൾ അത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു വൈഡ് വെറൈറ്റി തന്നെ നമുക്ക് ലുലുവിൽ ഉണ്ട് കേട്ടോ. പലപ്പോഴും ഞാൻ ഈ അവക്കാഡോ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു യാസ് ടൈപ്പ് അധികം കിട്ടാറില്ല. ഇതാണ് ശരിക്കും നമുക്ക് കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് നമ്മുടെ ഇന്ത്യൻ അവക്കാഡോനെ കാട്ടിയും. അതേപോലെ മൊസമ്പിയും പിന്നെ നമ്മളെ കിവിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 കിവി വാങ്ങിച്ചു. പിന്നെ ഇത് ഈ ഒരു ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ ഒറ്റൊരെണ്ണം വാങ്ങിച്ചു കേട്ടോ. നമ്മളെ നാടൻ ചക്കപ്പഴമൊക്കെ 80 രൂപയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയില്ല. ഇപ്പം ആവശ്യമില്ല. ഇതുപോലത്തെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മണി പ്ലാന്റ് വാങ്ങിച്ചു 199 രൂപയ്ക്ക്. ബാക്കിയൊക്കെ ഇത്തിരി പ്രൈസി ആയിട്ടുള്ളത് പോലെ തോന്നി.
പിന്നെ നേന്ത്രപ്പഴം, റോബസ്റ്റ പഴം, അതേപോലെ എല്ലാ തരവും പഴവും ഇതേപോലെ പേരും ഉൾപ്പെടെ വിലയും ചേർത്ത് അതുപോലെ നല്ല ഭംഗിയില് ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് കാഴ്ച ഭയങ്കര ഇഷ്ടായി. പിന്നെ സുക്കിനി, ബേബി ടൊമാറ്റോ, ബേബി കോൺ, ബ്രോക്കലി, പിന്നെ ഐസ്ബർഗ് ലെറ്റിസ്, നമ്മുടെ ഹാലപ്പിനോസ് ഒക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള ജസ്റ്റ് ഒരു ബ്രോക്കലിയും പിന്നെ ഹാലപ്പിനോസും മാത്രം ഞാൻ വാങ്ങി. പിന്നെ ഇതേപോലെ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയിരിക്കുള്ള എല്ലാ തരം എക്യുപ്മെന്റ്സും ഒരു പ്രത്യേക സെക്ഷനായിട്ട് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല സുഖമാണ്. അപ്പൊ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പല വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇതൊരെണ്ണം വാങ്ങണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നതാണ്. പിന്നത്തേക്ക് മാറ്റിട്ടോ, ഇപ്പൊ എടുത്തില്ല. പിന്നെ നഗറ്റ്സും അതേപോലെ ഈ ബർഗർ പാറ്റിയും ഒക്കെ നല്ല ലാഭത്തിന് ഹോൾസെയിൽ പ്രൈസിനൊക്കെ ഉണ്ട്. അപ്പൊ ഞാനത് ഒരു പാക്കറ്റ് വാങ്ങി. പിന്നെ ഇതേപോലെ നമ്മളെ കുറെ സ്വീറ്റ്സ് ഒക്കെ നമ്മളെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫുഡ് സെക്ഷനിൽ നമുക്ക് ഫുഡ് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോവാണെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് കാരണം നമുക്ക് കുക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിലും ഇത് പിന്നെ കഴിക്കാമല്ലോ. പിന്നെ ഈ ക്രിംബെറിയുടെ ഈ ഒരു യോഗേർട്ട് ഓഫർ പ്രൈസിനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബനാനയും സ്ട്രോബെറിയും കൂടെ കോംബോ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കേക്കൊക്കെ നേരത്തെ ഓർഡർ ചെയ്യാം, റെഡി ടു ബൈ സെയിലൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കുറേ പേര് അപ്പം വന്ന് ഓർഡർ ചെയ്ത് വാങ്ങുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാക്രൺസ്, ഡോണറ്റ്സ്, പേസ്ട്രീസ്, ക്രോയിസൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. പലതരം ബ്രെഡ്, ബ്രയോഷെ ബ്രെഡ് ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വേറെ പേസ്ട്രി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും ലാഭത്തിനാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇപ്രാവശ്യം ലുലുവിൽ ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഓർണമെന്റൽ ഫിഷസിന്റെ സെക്ഷനിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഈ ഒരു ട്രീ കാണിക്കാതെ ഈ ഒരു വീഡിയോ അവസാനിപ്പിച്ചാൽ അത് ശരിയല്ലല്ലോ. നമ്മളെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും ടോപ്പ് ബെസ്റ്റ് ആയിട്ടുള്ള ട്രീ വേറെ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ ആക്ടർ കൈലാഷ് ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രീ ലൈറ്റിംഗ് സെറമണി ഒക്കെ ചെയ്തത്. യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു ഞാൻ ഇതിന്റെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.